الحمد لله الذي خلق الإنسان وعلمه البيان. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ثم قفينا على آثارهم برسلنا وقفينا بعيسى بن مريم وآتيناه الإنجيل وجعلنا في قلوب الذين اتبعوه رأفة ورحمة ورهبانية ابتدعوها ما كتبناها عليهم إلا ابتغاء رضوان الله فما رعوها حق رعايتها فآتينا الذين آمنوا منهم أجرهم وكثير منهم فاسقون. صدق الله. أيها الناس اتقوا الله. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പൂർണ്ണമായും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായും വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴിൽ കൊണ്ടുവരേണ്ടതാണ്. അവന്റെ അനിഷ്ടത്തെയും കോപത്തെയും ഭയന്ന് എല്ലാ അധാർമികതകളിൽ നിന്നും അകന്നു മാറിയും അവന്റെ ഇഷ്ടവും സാമീപ്യവും കാക്ഷിച്ചുകൊണ്ട് ധാർമ്മിക പ്രവർത്തനങ്ങളിലും ചിന്തകളിലും നിരതരായും ഏറ്റവും ശരിയായ ജീവിതം നയിക്കുവാൻ നാം എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാവശ്യമായ കരുത്തും സന്നദ്ധതയും പ്രദാനം ചെയ്തുകൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മതത്തിന്റെ രണ്ടു തരം വികാസങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ വളരെ ലളിതമായി സംഗ്രഹിച്ചാൽ ഉണർത്തിയത്. അതിലൊന്ന് പ്രവാചകന്മാർ പ്രതിനിധാനം ചെയ്ത മൂല്യങ്ങളിലും മനുഷ്യസ്നേഹത്തിലും അധിഷ്ഠിതമായിട്ടുള്ള വളരെ കവിഞ്ഞ വിപ്ലവബോധം പ്രകടിപ്പിക്കുന്ന സാമൂഹിക പരിവർത്തനത്തിനും പുരോഗതിക്കും ആഹ്വാനം ചെയ്യുന്ന ശരിയായ ധാരയാണെങ്കിൽ മറ്റൊന്ന് അതിൽ നിന്നുണ്ടാകുന്ന സർവ വ്യതിയാനങ്ങളുമാണ്. ഈ വ്യതിയാനങ്ങൾ പിന്നീട് മതത്തെ എന്താക്കി തീർക്കുന്നു എന്നതിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായും മതം സ്ഥാപനവൽക്കരിക്കപ്പെടും. രണ്ടാമതായി
അതിന്മേലുണ്ടാകുന്ന സിദ്ധാന്തവൽക്കരണം, മൂന്നാമതായി നിഗൂഢവൽക്കരണം. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സൂചനയും കഴിഞ്ഞ ഖുതുബയിൽ നൽകിയിരുന്നു. ഈ 3 ദൗർബല്യങ്ങൾക്ക് വിധേയമാകുന്ന മതം, നേർക്കുനേരെ തന്നെ പറഞ്ഞാൽ നമ്മുടെ കാലത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥാപിത മതങ്ങൾ, അല്ലെങ്കിൽ ഏത് കാലത്തും പൗരോഹിത്യ സ്വാധീനങ്ങളിൽ പെട്ടിരുന്ന മതരൂപങ്ങൾ യഥാർത്ഥത്തിൽ മതത്തിന്റെ ശരിയായ ചൈതന്യത്തിൽ നിന്ന് വിട്ടുമാറി സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവിടെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, വേണമെങ്കിൽ മത ഉപാസകന്മാരെ 2 വിഭാഗമാക്കി തിരിക്കാം. ഒരു വിഭാഗം ബയോഫിലുകളാണ്. എന്ന് പറഞ്ഞാൽ അവർ മതത്തിന്റെ ജീവനെയാണ് ഉൾക്കൊള്ളുന്നത്, പ്രവാചക അധ്യാപനങ്ങളുടെ ആത്മീയ ചൈതന്യത്തെ. ഈ ആത്മീയ ചൈതന്യം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥത്തിലുള്ള മിസ്റ്റിസിസം ഇല്ല, നിഗൂഢത യഥാർത്ഥത്തിലില്ല. പ്രവാചകന്മാർ പറഞ്ഞ വർത്തമാനങ്ങളെല്ലാം തന്നെ വർത്തമാനങ്ങളായിരുന്നു, അഥവാ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗൂഢാർത്ഥ വ്യാഖ്യാനങ്ങൾക്കുള്ള പഴുതുകൾ അവർ ശേഷിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാര്യങ്ങൾ നേർക്കുനേരെ പറയണം. കാരണം ഇത് മനുഷ്യർ മനസ്സിലാക്കിയിട്ട് അംഗീകരിക്കാനും പിൻപറ്റാനും ഉള്ളതാണ്. ആളുകൾക്കുള്ള സന്മാർഗമാണിത്. ഈ സന്മാർഗത്തെ സംബന്ധിച്ചുള്ള ശരിയായ തിരിച്ചറിവ് അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെ നിഗൂഢമായ ആശയങ്ങളല്ല അവർ ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. പിന്നെ പടച്ചതമ്പുരാൻ ഖുർആൻ ഇറക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ നീ പ്രയാസപ്പെടാൻ വേണ്ടിയല്ല, ഇല്ലാ തസ്കിറത്തൻ ലിമൻ യഖ്ശ, മറിച്ച് ഭയവും ബോധവും ഉള്ളവർക്ക് ഉത്ബോധനമായിട്ട്. മനുഷ്യരിൽ പടച്ചതമ്പുരാനെ പേടിച്ച് ജീവിക്കുവാൻ, അവന് വഴിപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഉത്ബോധനം. ആ ഉത്ബോധനം അവർക്ക് മനസ്സിലാകുന്ന സ്വഭാവത്തിൽ എന്ന നിലപാടാണ് പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ നീ പ്രയാസപ്പെടാൻ വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ നീ ബുദ്ധിപരമായി പ്രയാസപ്പെടാനല്ല, നിന്നെ ശാരീരികമായി കഷ്ടപ്പെടുത്താനുമല്ല. നിന്റെ ബാധ്യതകൾ ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യുന്നത് എന്നാണ് ഖുർആൻ നാം ഓരോരുത്തരോടും പറയുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയുള്ള മതത്തിന്റെ ജീവൻ, അതിനെ യഥാവിധം ഉപാസിക്കുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, അതുപോലെ തന്നെ ഡോഗ്മറ്റൈസേഷൻ, മിസ്റ്റിസൈസേഷൻ മുതലായിട്ടുള്ള ദൗർബല്യങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞിട്ടുള്ള മതരൂപങ്ങളോടാണ് അവർക്ക് കൂടുതൽ താല്പര്യമുള്ളത്. യഥാർത്ഥത്തിൽ ഒരു മൃത ഉപാസനയാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്നും സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് അവരെ നെക്രോഫിലുകൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിച്ചത്. ഒരുതരം മൃത ഉപാസന. ഇപ്പൊ 2 രൂപങ്ങൾ എന്ന് പറയുമ്പോൾ അതിലൊന്ന് ജീവനുള്ളതാണ്. നിന്റെ ദൈവം ജീവനുള്ള ദൈവമാണ് എന്ന് ഇസ്രായേലിനോട് പറയുന്നതായിട്ട് ബൈബിളിൽ നമുക്ക് വായിക്കാം. നിന്റെ ദൈവം ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവനായ ദൈവത്തെ നിങ്ങൾ ഉപാസിക്കും. ജീവിച്ചിരിക്കുന്നവനായ ദൈവം ജീവനുള്ള തത്വങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിലൂടെ നിങ്ങൾ ഉൾക്കൊള്ളുന്നത് ജീവിതം തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ജീവിക്കുക എന്നതാണ് മതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉപാസന എന്നാണ് ഖുർആനും പൂർവ്വകാല വേദങ്ങളും എല്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ കാണും. മറിച്ച് ഈ സ്വഭാവത്തിലുള്ള സ്ഥാപനവൽക്കരണം, അത് സ്വാഭാവികമായിട്ടും അതിൽ നിന്നുണ്ടാകുന്ന അധീശത്വം,